അപ്പൊ ഇയാൾ ആദ്യം പറയുമ്പോൾ ഞാൻ പറയണ്ട, ഇയാൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞാൽ തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ റെഡിയാട്ടോ, ക്യാമറ റെഡി അല്ലേ? പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതെന്താ ചേട്ടൻ ഡയലോഗ് പറയൂ. ആദ്യം ഇയാൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറയാം. രണ്ടാമത് ഞാൻ പറയണ്ട, ആദ്യം ഇയാൾ പറയാ പിന്നെ ഞാൻ പറയാം. അല്ല ആദ്യം പറഞ്ഞ എനിക്ക് സുഖം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. വേണ്ടല്ലേ? എന്നാ ശരി, പിടിച്ചോ. നോക്കിയേ, പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചവാദ്യം. ചേട്ടാ പഞ്ചവാദ്യം അല്ല, പഞ്ചായത്ത്. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഞാൻ റെഡിയാണ്. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുക്കും. അരിയല്ല, അരിച്ചു പെറുക്കി. അല്ല, അരിയാവുമ്പോഴല്ലേ പെറുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അരിച്ചു പെറുക്കിന്ന് മര്യാദക്ക് പന്തടപ്പിക്കുന്നു. ഞാൻ റെഡി. അരിച്ചു പെറുക്കല്ലേ വേണ്ടു. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. കൃഷ്ണൻകുട്ടി എന്റെ വീട് എന്തീ പറയുന്നേ? കൃഷ്ണൻകുട്ടിയല്ല, രാമനായർ. അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടാ ഓടിക്ക് പോയി. കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. രാമനായർ. ഒരു ഗ്ലാസ് വെള്ളം തന്നെ. ഡയറക്ടർ പിടിച്ചേ, പിടിക്ക്. ഞാൻ റെഡി. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. വെള്ളം തന്നെ. ഈ തെണ്ടികളോടൊന്നും ചിരിക്കണ്ടെന്ന് പറ, അതാണ് എന്റെ പ്രശ്നം. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. എനിക്ക് മനസ്സിലായി. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്ത് അരി മുഴുവൻ പെറുക്കിയെടുക്കാൻ ആര് പറഞ്ഞു?